ആദ്യമായിട്ടേക്ക് ഞാൻ സ്വന്തം ശബ്ദത്തിൽ മീൻസ് നേരെ ക്യാമറയുടെ മുന്നിൽ ഞാൻ വർത്താനം പറഞ്ഞു വരുന്നത്. കാണാൻ ലുക്കൊന്നുമില്ലല്ലോ വെയിലൊടുത്തേക്ക് സാറല്ല. ഇപ്പം UAE യുദ്ധമൊക്കെ ആയിട്ട് തന്നെ പലർക്കും കുറച്ച് ദിവസം ജോലി ഇല്ല അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ്. ചിലർക്ക് പണിയൊക്കെ പോയിട്ടോ, അത് വേറെ കേസ്. നമ്മളോട്ട് ഇങ്ങനെ കുറച്ച് ദിവസം പണിയുള്ള ആൾക്കാർക്ക് കുറേ ദിവസം ലീവൊക്കെ കിട്ടുമ്പോൾ റൂമിൽ തന്നെ കുത്തിനെ ഇങ്ങനെ ചടിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് കോൺഷ്യസ് ആകുക, വല്ല യോഗയൊക്കെ ചെയ്യുക, ഒന്ന് ജിമ്മിലൊക്കെ പോവുക, ഒന്ന് എക്സസൈസ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വിചാരിക്കും മാത്രമാണ്. അങ്ങനെ വിചാരത്തിൻ്റെ ഒടുവിൽ ഞാനിന്ന് ഒന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. നടക്കാൻ ഇറങ്ങിയപ്പം കുറച്ചല്ല കുറച്ച് ഞാനുടെ സീറ്റൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കഷ്ടകാലത്തിന് ഞാൻ ഇറങ്ങി ഏകദേശം കുറച്ചധികം നടത്തിയിട്ടുണ്ടാവും. എൻ്റെ ഇടയിൽ ഇരിക്കാനുള്ള സെറ്റപ്പൊന്നും കാണുന്നില്ല. നിലത്തിരിക്കുമ്പോൾ നാട്ടുകാരിക്കില്ല, എനിക്ക് എന്താ പ്രാന്താണ്. എപ്പോഴും ഇപ്പോൾ ഒരു സീറ്റ് കിട്ടുന്നവരെ നടക്കുക അല്ലാതെ വേറെ രക്ഷയില്ല. എന്തായാലും MPZ നിന്ന് ഇറങ്ങിക്കിനി ഷാബിയ വരെ നടക്കുന്നത് സാധനമൊക്കെ വാങ്ങിയിട്ടൊക്കെ വരാനൊക്കെ വിചാരിച്ചു. സൈക്കിൾ എടുക്കാന്ന് വെച്ചാൽ സൈക്കിളിൽ ചാർജിൽ അതാണ് ഇപ്പോൾ നടക്കണമെന്ന്. പിന്നെ കുറച്ച് വ്യായാമല്ലേ, ആരോഗ്യമൊക്കെ ആവട്ടെ വെച്ച്. ആക്ച്വലി പരിപാടി തുടങ്ങിയിട്ട് കുറച്ച് കാലമായി, പക്ഷേ കൺസിസ്റ്റൻസി തീരെ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു കാര്യം നടക്കുന്നില്ല. പ്ലാനിങ് മാത്രമേ ഉള്ളൂ ഗൈസ്. ഒരു സംഭവം കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടുപോകാനുള്ളൊരു കഴിവ് അത് വളരെ കുറവാണ്. കാരണം 2018 യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അന്ന് ആൾക്കാരെന്ത് വിചാരിക്കും, അമ്മേ ഓല അങ്ങനെ കാണൂല, എൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ആൾക്കാരത് ചോദിക്കില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടൊക്കെ മൊത്തം ഡിലീറ്റൊക്കെ അടച്ചുപൂട്ടി പോയിട്ടിപ്പോൾ ഇപ്പോഴും എനിക്കതൊരു കൺസിസ്റ്റൻസി ആയിട്ട് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്താണെന്നറിയില്ലേ, എന്തല്ലേ ഭംഗി. നമ്മളെ നാട്ടിൽ സൂര്യനോ പുഴുവോ എന്നും പറഞ്ഞിട്ട് കളിച്ചിരുന്ന ചെടിയില്ലേ, അതാണ് കേട്ടോ ഇവിടെ. ഇവിടെ 2 കളർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, ചുവപ്പുണ്ട് പച്ചയുണ്ട്. ആൻഡ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഓവർ തിങ്കിങ്ങിൻ്റെ അങ്ങേത്തരാണ്. എനിക്കറിയോ ഈ യുദ്ധം തുടങ്ങിയാലും ഏതോ ഒരു മുലിയാർ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, മുലിയാറെ പേരെനിക്ക് ഓർമ്മയില്ല. അതായത് ഇറാനുമായിട്ട് ലോകാവസാനത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഇറാനുമായിട്ടൊരു യുദ്ധം നടക്കും, യുദ്ധത്തിൽ ഇറാൻ തകരം, ലോകരാജ്യങ്ങളുടെ അത് തകരം ഇത് തകരം. അപ്പോൾ ഓൾമോസ്റ്റ് പിന്നെ ദജ്ജാൽ അത് ഇത് യാ അല്ലാ, ഇതിപ്പോൾ തീരെയാണല്ലോ. ഇനിയിപ്പോൾ പണിക്ക് പോയിട്ട് കാര്യമുണ്ടോ? ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും അടുത്ത പ്ലാൻ ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇനിയിപ്പോൾ യൂട്യൂബിനൊക്കെ വയ്യ നടന്നിട്ട് ഇനിയിപ്പോൾ വലിയതാവൂ എന്തേ എന്നുള്ളത് വേറെ കാര്യം. അതൊന്നും ആവില്ല. ഇനി പ്രത്യേകിച്ച് ഇന്നും ഡെയിലി വീഡിയോ ഇടുന്ന ആൾക്കാരും പിന്നെ കൊണ്ടെടുക്കാനൊക്കെ കഴിവുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ് നിൽക്കുന്നത്, നമ്മളുള്ള ആൾക്കാർക്കല്ല. ഓക്കെ, പക്ഷെ നമ്മൾ ട്രൈ ആക്കിയൊക്കെ മാത്രമേ ഇങ്ങനത്തെ ഹാബിറ്റ്സൊക്കെ മാറി നമ്മളൊന്ന് പക്കാവുള്ളൂ കേട്ടോ ഗൈസ്. അത് അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഹോർമോൺസ് തുറക്കാന്ന് പറഞ്ഞു, ഇന്ന് അടയ്ക്കാന്ന് പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നാളെ എന്താവും അറിയില്ല. ഒന്നൊക്കെ ഒന്ന് കലങ്ങി തല്ലാൻ വേണ്ടിയില്ലേ, ലോകാവസാനത്തിന് മുന്നേ നമ്മളൊക്കെ അതിന് ജീവിച്ച് മരിച്ചേപ്പത്തേന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതാണ് പ്രശ്നം. പക്ഷേ ഞാനിപ്പോഴേ എൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാനിനെ കുറിച്ച് ഭയങ്കര പ്ലാനിങ് കേട്ടോ. കുറേ 40 വയസ്സാകുമ്പോഴത്തേക്ക് റിട്ടയർമെൻറ്റ് അടിക്കണം, എന്നിട്ട് കുറേ കോഴിയും കുറേ പച്ചക്കറിയും കണ്ടവും പറമ്പും തേങ്ങയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കണം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോള് വരുന്നത് പോരാ, നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്ന് മാറിപ്പോയി. ഇനിയിപ്പോൾ പറഞ്ഞ എന്തായാലും എന്നുണ്ടെങ്കിൽ ഓർമ്മയില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്കിടാം, അങ്ങനെയൊക്കെ അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോഴാണ് ഗൈസ് ഇവിടെ ഉണ്ടല്ലോ ഈ കളകൾ മാതിരി ഈ ചെടീൻ്റെ ഇടയിലൊക്കെ കുറച്ച് ചീരേൻ്റെ സാധനം പോലത്തെ ഒന്ന് മുളച്ച് കിട്ടോ. എന്നിട്ട് നേപ്പാളിൽ വന്നിട്ടത് പറിച്ച് കുക്ക് ചെയ്യാൻ കൊണ്ടുപോയിക്കും. ചീരത്തോരനൊക്കെ വെക്കാമല്ലോ അല്ലേ. അപ്പം എന്തായാലും എനിക്ക് വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും പറയാതെ എന്നെ ഒരു 600ഓളം ആൾക്കാർ ഫോളോ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.